ചെയ്ത നന്മകളൊക്കെ അല്ലാഹു തആല ഖബൂലാക്കട്ടെ. തിന്മകളെയൊക്കെ നന്മകളാക്കി അനുഗ്രഹിക്കാൻ അല്ലാഹു ഈ ഇരുത്തത്തെ സബബാക്കട്ടെ. മരണപ്പെട്ടവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും ജന്നത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ രോഗികൾക്കും അല്ലാഹു തആല ശിഫാഇനെ പ്രദാനം ചെയ്യട്ടെ. മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നോട് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 കൊല്ലത്തെ ഖാദിമാണ്. 10ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ റസൂലിലേക്ക് അവരുടെ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് റസൂലുള്ളാഹി ഹിജ്റ വന്നപ്പോൾ, നബിയെ, ഓരോ ആളുകൾ അങ്ങേക്ക് ഓരോ സമ്മാനം തരുന്നു, എൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞ് അനസല്ലാതെ ഒന്നും തരാനില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിലെ അനസെന്നോരെ ഉമ്മ റസൂലുള്ളാഹിക്ക് സമ്മാനിച്ച മോനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സാബിത്ത് റളിയല്ലാഹു അൻഹുവോട് അനസ് എന്നോര് പറഞ്ഞു കൊടുക്കുകയാണ്, സാബിത്തെ, അതാ അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അന അൽഅബു മഅൽ ഗിൽമാൻ. സാബിത്തെ, ഞാനൊരു ദിവസം കൂട്ടുകാരോടൊപ്പം മദീനയിലെ ഒരു മൈതാനിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാന് അൽഅബു കളിക്കുകയായിരുന്നു, മഅൽ ഗിൽമാൻ കുട്ടികളോടുകൂടെ ഞാൻ കളിക്കുകയായിരുന്നു. ഫസല്ലമ അലൈനാ റസൂലുള്ളാഹി, കളിക്കണ ഞങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് വന്നിട്ട് സലാം പറഞ്ഞു. വല്ലാത്തൊരു വിനയം അല്ലേ? നമ്മളെ മക്കളോട് സലാം പറയാറുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കാം. നമ്മൾ കുട്ടികളെ കാണുമ്പോൾ സലാം പറയാറുണ്ടോ? നമ്മുടെ കുട്ടികളോ അതല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മക്കളോ ആരോ ആവട്ടെ, നമ്മളിങ്ങനെ പള്ളിയിൽ നിന്ന് പോകുമ്പോൾ 2 ചെറിയ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, മക്കളെ അസ്സലാമു അലൈക്കും നമ്മളോട് പറഞ്ഞിട്ടില്ല, അവർക്കൊരു 1 കോടി റുപ്യ ലോട്ടറി കിട്ടുന്നേക്കാൾ സന്തോഷിക്കാം. നോക്കുന്നുണ്ടോ? ആ കുട്ടികളെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു പൊലിവുണ്ട്, അത് മതിയാവും നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാം. നമ്മൾ സലാം പറയുന്നില്ല. അല്ലാഹു നമുക്കൊക്കെ നല്ല മനസ്സ് തരട്ടെ. ആരാണ് ഈ പറയുന്നത് ആലോചിക്കുക. ഇനി ഇതിനേക്കാൾ വലിയൊരാള് പറയല്ലോ. അല്ലാഹുവിന്റെ റസൂല് ഞങ്ങൾ കളിക്കുമ്പം ഞങ്ങളോട് എന്ത് ചെയ്തു വന്നിട്ട് റസൂലിന്റെ സലാം പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള കുറച്ചേരോട് നിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെ കളിയൊക്കെ തീർന്നപ്പോ എന്നെ റസൂലുള്ള വിളിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് ഒരാവശ്യത്തിന് പറഞ്ഞയച്ചു. മോനെ, എന്റെ കുട്ടി ഒന്ന് ചെന്ന് ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു. അങ്ങനെ റസൂലുള്ളാഹിന്റെ ഈ കാര്യമൊക്കെ ചെയ്തു കൊടുത്ത് വീട്ടിലേക്ക് എത്തിയപ്പോൾ അല്പം നേരം വൈകി. സ്വാഭാവികം, കളി കഴിഞ്ഞാൽ വരാന്ന് പറഞ്ഞു പോയ കുട്ടിയാണ്. റസൂലുള്ളാഹിന്റെ ഈ കാര്യനിർവഹണത്തിന് വേണ്ടി പോയി വന്നപ്പോൾ അല്പം വൈകിയതാണ്. ഫലമ്മാ ജിത്തു, ഞാൻ വീട്ടിലെത്തിയപ്പോ കാലത്ത് എന്റെ ഉമ്മ ചോദിച്ചു, അനസേ, എന്താ നേരം വൈകിയത്? നമ്മളെ മക്കളോട് അല്ലെങ്കിൽ നമ്മളെ ഭാര്യമാരോട് ഇങ്ങനെ ചോദിക്കലുണ്ടോ എന്നതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആലോചിക്കണം. നേരം വൈകിയാൽ എവിടെയിരുന്നോടാ? മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ട് അങ്ങനെ കാത്തിരുന്നു, ഇത്ര നേരം വന്നില്ല. ഇശ ബാങ്ക് വിളിച്ചിട്ട് എത്ര നേരായി? എവിടെയിരുന്നു? 10 മണിയായില്ലേ? നമ്മളോടൊക്കെ ചോദിച്ചിരുന്നു നമ്മളെ ഭാര്യ, നമ്മളെ പാരം. ഇപ്പോഴത്തെ ഉമ്മാർക്കും പലർക്കും ചോദിക്കാൻ പേടിയാണ് മക്കളോട്. ഈ 14, 12, 13 വയസ്സായ കുട്ടികളൊക്കെ ചിലപ്പോൾ നമ്മുടെ രാത്രി വഴന്നൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 12 മണി 1 മണി നേരത്തൊക്കെ അങ്ങാടിയിൽ അങ്ങനെ ഇരുന്ന് തോന്നുന്നുണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കണം, ഈ മക്കളോടൊന്നും ഞങ്ങളെ മാതാപിതാക്കൾ ചോദിക്കണില്ലേനാവോ എവിടെ ഇരുന്നോടാന്ന് ഒരു ചോദ്യം അതിൽ അടിക്കൊന്നും വേണ്ടല്ലോ. ഉമ്മാര് വാപ്പാനേക്കാൾ ഗൗരവമായിരിക്കും അതല്ലെങ്കിൽ കുട്ടികളെ കാര്യത്തിൽ കുട്ടികൾക്കും ഗൗരവമായി തോന്നുന്ന വിഷയം ഉമ്മാര് ചോദിക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം, ചോദിക്കണം. നമ്മൾ എവിടെ ഇരുന്നു എന്ന് ചോദിക്കണം. ആ സമയത്ത് കയറി വരുമ്പോൾ പറ്റാത്തത് കയ്യിൽ കാണുമ്പോൾ അസാധാരണമല്ലാത്ത വല്ല കാര്യങ്ങളും അവന്റെ ശരീരത്തിലോ അവന്റെ പോക്കറ്റിലോ അവന്റെ ജീവിതത്തിലോ കണ്ടാൽ ചോദിക്കണം. വിശുദ്ധ ഖുർആൻ തന്നെ ആ സംഭവം പറയുന്നുണ്ടല്ലോ, നമുക്കൊക്കെ അറിയാം. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസിന്റെ മേൽത്തോട്ടക്കാരനായി കഴിയുന്ന കാലത്താണ്
ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ മറിയം ബീവിക്ക് ജന്മം നൽകുന്നത്. അങ്ങനെ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടാകുന്നതിന് മുമ്പ് കുറെ കാലം മക്കളില്ലാതെ വിഷമിച്ചപ്പോ ഹന്നത്ത് ബീവി പറഞ്ഞിരുന്നു, പഠിച്ചവനെ എനിക്കൊരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ ആ കുട്ടിനെ പള്ളിക്കൽക്ക് കൊടുത്തോളാം. റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ എന്ന് നിശ്ചയിച്ചു. എന്റെ പള്ളിയിലുള്ള കുട്ടിനെ ഇൻഷാ അല്ലാഹ് അണക്കുള്ളതാണ്, ഞാൻ പള്ളിക്കൽക്ക് ബൈത്തുൽ മുഖദ്ദസ് കൊടുത്തോളാം. വലിയ സംഭവമാണ് അത്, ഖുർആൻ പറയുന്നു. സംഗതി പ്രസവിച്ച സമയത്ത് ആൺകുട്ടിയാവുന്ന വിചാരിച്ച് അങ്ങനെയല്ല പള്ളിക്കൽക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ പ്രസവിച്ചപ്പോ പെൺകുട്ടിയാണ്. ജനിച്ച കുഞ്ഞ്, പ്രസവിക്കപ്പെട്ട കുഞ്ഞ് ആണല്ല പെണ്ണായപ്പോ മഹദി അവറുകൾ പറഞ്ഞു, റബ്ബേ നേർച്ചയാക്കും ചെയ്തു, ഇനിയിപ്പോ എന്താ ചെയ്യാ, ആണും പെണ്ണും ഒരേപോലെ അല്ലല്ലോ എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ മറിയം ബീവി റളിയല്ലാഹുവിനെ നേർച്ച പുലർത്തണ്ടേ, നേർച്ച നടപ്പാക്കണമല്ലോ. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ പള്ളിയുടെ മേൽനോട്ടക്കാരനായ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, നമുക്ക് പള്ളിയോട് ചേർന്നൊരു റൂമുണ്ടാകും, എന്നിട്ട് അവിടെ പാർപ്പിക്കാം നമുക്ക് കുഞ്ഞിനെ. അങ്ങനെ മറിയം ബീവി റളിയല്ലാഹുവിനെ ആ വീട്ടിൽ, ആ റൂമിൽ, പള്ളിയോട് ചേർന്നൊരു റൂമുണ്ടാക്കി, മെഹ്റാബിനോട് ചേർന്ന റൂമുണ്ടാക്കി അവിടെ താമസിപ്പിച്ചു. പക്ഷെ ഈ പള്ളിയുടെ നോട്ടക്കാരനായ സക്കരിയ നബി ചുമതലയാണ് ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കുക എന്നുള്ളത്. എപ്പോഴും മറിയം എന്ന ഈ കുഞ്ഞുമോളടുത്തേക്ക് സക്കരിയ നബി അലൈഹിസ്സലാം വരും. ഓരോ വരവിലും വിവിധങ്ങളായ കായ്ക്കനികൾ, ഭക്ഷണങ്ങൾ, പഴങ്ങൾ മുന്നിൽ ഇങ്ങനെ കാണും. ഈ കുഞ്ഞു പൈതലിന്റെ ഫലസ്തീനിൽ കിട്ടാത്ത ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങളിൽ ഒന്നും ഉണ്ടാവാത്ത വ്യത്യസ്ത തരം പഴങ്ങൾ എപ്പോ ചെല്ലുമ്പോഴും പള്ളിയുടെ ചാരത്തുണ്ടാക്കിയ റൂമിലേക്ക് മറിയമിന്റെ അടുത്തേക്ക് സക്കരിയ നബി എപ്പോ കയറി ചെന്നാലും കുല്ലമാദഖല, ഖുർആൻ അങ്ങനെയാണ്. ആൽ ഇംറാനിന്റെ 37-ാമത്തെ ആയത്ത് ഇങ്ങനെ വായിക്കാം, കുല്ലമാദഖല അലൈഹാ സക്കരിയ അൽ മിഹ്റാബ്. മറിയം താമസിക്കുന്ന റൂമിലേക്ക്, മെഹ്റാബിലേക്ക് സക്കരിയ നബി എപ്പോ കയറി ചെന്നാലും വജദ ഇൻദഹാ റിസ്ഖ, അവിടെ വിവിധങ്ങളായ കായ്ക്കനികളും ഭക്ഷണങ്ങളും ഉണ്ടാകും. അവിടെ പോയിരുന്നിട്ട് 2 കഷ്ണം തിന്നിട്ടുണ്ട് പോരല്ല ചെയ്തത്, ചോദിച്ചു. കാല കണ്ടാൽ സക്കരിയ നബി ചോദിക്കും, മറിയമേ യാ മറിയം അന്നാ ലക്കി ഹാദാ. സംഗതി പള്ളിയുള്ളിലാണ്, എന്നാലും ചോദിക്കുകയാണ് സക്കരിയ, യാ മറിയം അന്നാ ലക്കി ഹാദാ, എവിടെ നിനക്കത് കിട്ടിയത് ചോദിച്ചിരുന്നു. അന്നേരം മഹദി പറയും, മറിയം എന്ന കുഞ്ഞുമോള് പറയും, ഹുവ മിൻ ഇൻദില്ലാഹ്, അത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മയും അതാണ് ചോദിച്ചത്, മോനെ മഹബസക്, എന്റെ കണക്ക് നേരം വൈകിയത് എന്ന് ചോദിച്ചു. അനസ് എന്നവരെന്നെ പറയുന്നത്, കൂട്ടുകാരൻ സാബിത്ത് റളിയല്ലാഹുവിനോടാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. ഖുൽതു, ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഹാദ, ഞങ്ങൾ കളിക്കണോടത്തേക്ക് മുത്തനബി വന്നിട്ട് ഞങ്ങളോട് സലാം പറഞ്ഞു, എന്നെ കുറച്ചു നേരം കാത്തു നിന്നിട്ട് റസൂലിനെ വിളിച്ചു, എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെന്നെ പറഞ്ഞയച്ചു ലിഹാജത്തിൻ, റസൂലുള്ളാഹിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി എന്നെ റസൂലുള്ള പറഞ്ഞയച്ചു. അപ്പൊ ഉമ്മ അടുത്ത ചോദ്യം, എന്റെ ഉമ്മ എന്നോട് ചോദിച്ചു, അനസേ മഹാജത്തുഹു, എന്തായിരുന്നു റസൂലുള്ളാഹിയുടെ ആവശ്യം? റസൂലുള്ള പറഞ്ഞയച്ചത് ഓക്കെ, എന്തായിരുന്നു റസൂലുള്ളാഹിയുടെ ആവശ്യം? നമുക്ക് പഠിക്കാനുണ്ട് ഇവിടെ. ഉമ്മമാര് ഉപ്പമാര് എങ്ങനെയാവണം, മക്കളോട് എങ്ങനെ വളർത്തണം. ഖുൽതു, അപ്പൊ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇന്നഹാ സിർറുൻ, അതൊരു രഹസ്യമായ കാര്യം ഉമ്മാനോട് പറയണം. അത് രഹസ്യമായി കൂട്ടുകാർക്കിടയിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ മകൻ മനസ്സിലായില്ലേ, അതൊരു സിർറാണെന്ന്. ഉമ്മനോട് എന്തിനാണ് അത് ചോദിക്കുന്നത്? ആ കുഞ്ഞുമോന്റെ ഒരു വല്ലാത്ത മഹിമയാർന്ന സ്വഭാവം നോക്ക്. അപ്പൊ ഉമ്മ മകനോട് പറഞ്ഞു കൊടുക്കാണ്, ഇപ്പോഴത്തെ ഉമ്മമാരെ മക്കളോട് എന്തേക്കാരും പറഞ്ഞിട്ടില്ല അന്നെ ഞാൻ ചെയ്യാം, എന്താന്ന് പറയാം. എന്നോട് പറയാതെ റസൂലുള്ളാഹിയുടെ രഹസ്യം സൂക്ഷിക്കും അങ്ങനെ പറയും ചിലപ്പോ ചില ഉമ്മമാര്. പക്ഷെ ഇവിടെ ഉമ്മ പറഞ്ഞത്, മോനെ
ലാ തുഹദ്ദിസന്ന സിർറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹദൻ. ഉമ്മാന്റെ കുട്ടി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞേച്ച ആ കാര്യം അത് രഹസ്യമാക്കി തന്നെ വെച്ചോടണം, ആരോടും പറയരുത്. ഉമ്മാനോടും പറയണ്ട. അമ്മയുടെ മകനാണ്, അതുകൊണ്ടാണ് ആ മകൻ അങ്ങനെ പറഞ്ഞത്. അമ്മ അതൊരു രഹസ്യമാണ് എന്ന് പറഞ്ഞപ്പം അതെ മോനെ എന്നാ രഹസ്യം ആരോടും പറയരുത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, സാബിത്തെ വല്ലാഹി പടച്ചോനാണ് സത്യം, ലൗ ഹദ്ദത്തു ബിഹി അഹദൻ, ഞാൻ ആ രഹസ്യം ആരോടെങ്കിലും പറയുകയാണെങ്കിൽ ലഹദ്ദത്തുക യാ സാബിത്ത്, എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരല്ലേ, ഞാൻ അന്നോട് പറയുമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിയുടെ രഹസ്യം അത് ഞാൻ ആരോടും പറയൂല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പഠിക്കാൻ ഈ ഹദീസിലുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ പ്രധാനപ്പെട്ട ഒരു പാഠം ആ ഉമ്മ പറഞ്ഞു കൊടുത്തതും അനസ്തങ്ങളുടെ ആ സ്വഭാവവുമാണ്. നമ്മളോട് ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ, ഒരാളുടെ ജീവിതത്തിലൊരു സ്വകാര്യം നമ്മൾ അറിഞ്ഞാൽ, ഒരാളെ സ്വകാര്യത, ഒരാളെ സ്വകാര്യം നമ്മളോട് ഒരാൾ പറഞ്ഞാലോ അതല്ലെങ്കിൽ നമ്മൾ അറിയുകയോ ചെയ്താൽ അപരനോട്, നമ്മളല്ലാത്ത ഒരാളോട് നമ്മൾ പറയാൻ പാടില്ല, ഹറാമാണ്. കാരണം അതൊരു കരാറാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഇദാ ഹദ്ദസ അർ-റജുൽ അൽ-ഹദീസ് ثم التفت فهي അമാനത്ത്. ഇദാ ഹദ്ദസ അർ-റജുൽ, ഒരു മനുഷ്യൻ പറഞ്ഞാൽ, അൽ-ഹദീസ്, ഒരു കാര്യം പറഞ്ഞാൽ, ثم അയാളത് പറയുമ്പോൾ ഇൽതഫത, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. എന്നോടൊരു കാര്യം ഒരാൾ അങ്ങനെ പറയുമ്പോൾ അയാൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? വേറെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നാണ്. അല്ലാഹു റസൂലിന്റെ ഹദീസാണ്, ഇദാ ഹദ്ദസ അർ-റജുൽ ഹദീസ്, ഒരു മനുഷ്യൻ നിന്നോടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് ثم التفت, അയാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് കണ്ടാൽ ഫഹിയ അമാനത്തു, നീ മനസ്സിലാക്കണം, അതൊരു അമാനത്താണ് നിന്നെ ഏൽപ്പിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കണം എന്ന്. ആ അമാനത്തിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആയാത്തുകളിൽ പറയുന്നത്. ഇമാം നവവി തങ്ങൾ തന്റെ റിയാദുസ് സാലിഹീൻ ബാബു ഹിഫ്ദുസ് സിർ എന്ന ആ അധ്യായത്തിൽ രഹസ്യമായി പറഞ്ഞ കാര്യങ്ങളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ആ അധ്യായത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു എടുത്തു പറയുന്ന ഹദീസ് ആയത്ത്, ഔഫു ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊലാ, ഒരു കരാർ നിങ്ങളുമായി ചെയ്താൽ ആ കരാറിനെ നിങ്ങൾ സമ്പൂർണ്ണമായി പാലിക്കണം. കാരണം ഇന്നൽ അഹ്ദ കാന മസ്ഊലാ, കരാർ ചെയ്യുക എന്നുള്ളത് ഒരു രഹസ്യം. നിന്നോട് ഒരാൾ പറയുന്നത് ഒരു കരാറാണ്, വേറെ ആരോടും പറയല്ല എന്നിട്ടല്ല, നിന്നോടെ അത് പറയാൻ പറ്റുള്ളൂ എന്ന അയാളുടെ വിശ്വാസപൂർവ്വം നിന്നോടൊരു കാര്യം പറയുന്ന അമാനത്താണ്, അത് കരാറാണ്. ഇന്നൽ അഹ്ദ കാന മസ്ഊലാ, നിന്നോടൊരാൾ കരാർ ചെയ്ത് അമാനത്തേൽപ്പിച്ചാൽ അത് നാളെ പരലോകത്ത് നിന്നോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ ഒരു രഹസ്യം, നമ്മുടെ ഭാര്യയുടെ ഒരു രഹസ്യം, നമ്മുടെ സഹോദരന്മാരുടെ കൂട്ടുകാരുടെ ഒരു രഹസ്യം നമ്മൾ അറിയുമെങ്കിൽ, അതല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മറ്റൊരാളോട് പറയാൻ പാടില്ല. അല്ലാഹു റസൂലിന്റെ പ്രധാനപ്പെട്ട ഹദീസിൽ ഇങ്ങനെ വായിക്കാൻ കഴിയും, ഇന്ന മിൻ അശദ്ദിന്നാസി ഇൻദല്ലാഹി മൻസിലതൻ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസ് പുതിയ കാലത്ത്. ഇന്ന മിൻ അശദ്ദിന്നാസി ഇൻദല്ലാഹി മൻസില, അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ, പഠിച്ചോട്ടെ, അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ ഖിയാമത്ത് നാൾ അർ-റജുൽ, ഒരു മനുഷ്യനാണ്, യുഫ്ലി ഇലാ ഇംറഅതിഹി വതുഫ്ലി ഇലൈഹി, അയാൾ അയാളുടെ ഭാര്യയോട് പല കാര്യങ്ങളും സംസാരിച്ചു കാണും, ഭാര്യ അയാളോടും പല കാര്യങ്ങളും വാതിലടച്ച നേരത്ത് സംസാരിച്ചു കാണും, പ്രവർത്തിച്ചു കാണും. പക്ഷേ ثم ينشر سرها, പിന്നെ ഓളെ രഹസ്യം കൂട്ടുകാരോട് വേണ്ടി പറയാം. ഭർത്താവിനെ പറ്റിയിട്ട് കൂട്ടുകാരത്തേക്ക് മെസ്സേജ് വിടുക, ഭാര്യയെ പറ്റി തന്റെ പ്രിയപ്പെട്ട സ്നേഹിതനോട് പറഞ്ഞു കൊടുക്കുക, എന്ന കാര്യങ്ങളൊക്കെ, ശാരീരികമാവട്ടെ സ്വഭാവപരമാവട്ടെ വർത്തമാനം പറഞ്ഞതാവട്ടെ, രഹസ്യം കൊടുക്കുക. ഇവരാണ് ഏറ്റവും വൃത്തികെട്ടവർ. അതുകൊണ്ടാണല്ലോ വിശുദ്ധമായ ഖുർആനിൽ
രണ്ട് പെണ്ണുങ്ങളെ കുറിച്ച് ഉദാഹരണം പറയുന്നുണ്ട്. സൂറത്ത് തഹരീമിന്റെ 10-ാമത്തെ ആയത്തിൽ ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറൂ, കാഫിരീങ്ങളായ ആളുകൾക്ക് രണ്ട് പെണ്ണുങ്ങളെ അല്ലാഹു തആല ഉദാഹരിച്ചിരിക്കുന്നു. ആരൊക്കെയാ രണ്ട് പെണ്ണുങ്ങൾ? ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയെയും ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയെയും കാഫിരീങ്ങൾക്ക് ഉദാഹരിച്ചിരിക്കുന്നു അല്ലാഹു. ഏതാണ് ഈ രണ്ട് പെണ്ണുങ്ങൾ? കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ, എന്റെ സാലിഹീങ്ങളായ നബിമാരായ സാത്വികരായ രണ്ട് ദാസന്മാരുടെ ഭാര്യമാരായി കഴിഞ്ഞിരുന്ന രണ്ട് പെണ്ണുങ്ങൾ. നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ വാലിഹ എന്നാണ് ആ സ്ത്രീയുടെ പേര്. ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ വാലിഹ എന്നാണ്. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്നിന്റെ പേര് വാലിഹ ഐനാണ്, മറ്റേ പെണ്ണിന്റെ പേര് ലൂത്തിന്റെ അലൈഹി സ്വലാമിന്റെ ഭാര്യയുടെ പേര് വാലിഹ. ഈ പേരിലൊക്കെ ഒരു ഇതുണ്ട്. അതേപോലത്തെ പേരിട്ട് കഴിഞ്ഞാൽ ആ സ്വഭാവം കൊണ്ട് വരും. ഉമർ റളിയല്ലാഹുവിന്റെ പേരാണ് ഉമർ ഖാദി തങ്ങൾക്ക്. ആ സ്വഭാവം അവിടെ കാണാം ചരിത്രം വായിക്കുമ്പോൾ. എല്ലാം നടക്കും. സദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് ആ മനസ്സ് വെച്ച് ആ ആഗ്രഹം വെച്ചിട്ട് എന്റെ കുട്ടിക്ക് ആ പേരിന്റെ അർത്ഥം കൊണ്ട് വരും. റസൂലുള്ളാഹിന്റെ ആ സ്വഭാവം കിട്ടണം എന്ന് ആഗ്രഹിച്ച് കുട്ടിക്ക് റസൂലുള്ളാഹിന്റെ പേരിട്ട് അതുകൊണ്ട് വരും. ചുരുക്കത്തിൽ ഇവിടെ അല്ലാഹ് അങ്ങനെയാ പറയുന്നത്, ഈ രണ്ട് പെണ്ണുങ്ങളെ കാഫിരീങ്ങൾക്ക് അല്ലാഹു തആല ഉദാഹരണമാക്കിയിരിക്കുന്നു. എന്താണ് പോലെ പ്രശ്നം? ഈ രണ്ട് പെണ്ണുങ്ങളും പുതിയാപ്ലാരായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും മറ്റേ പെണ്ണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും രഹസ്യം മറ്റുള്ളവരോട് പോയി പറയും. നൂഹ് നബി അലൈഹിസ്സലാം വാലിഹയോട് പറഞ്ഞ രഹസ്യങ്ങളൊക്കെ അപ്പുറത്തുണ്ടായി കൊടുക്കും. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ വാലിഹ തന്റെ പ്രിയപ്പെട്ടവൻ തലേ ദിവസം തന്നോട് പറഞ്ഞ രഹസ്യങ്ങൾ പോയിട്ട് അപ്പുറത്തുകൊണ്ടേ കൊടുക്കും. അതുകൊണ്ടാണ് കാഫിരീങ്ങൾക്ക് നേതാക്കളായി അവർ. പഠിച്ച റബ്ബ് കാക്കട്ടെ. അവരന്റെ രഹസ്യം ഒരിക്കലും നമ്മളോടൊരു രഹസ്യം, ചില ആളുകൾക്ക് ഒരു രഹസ്യം പറഞ്ഞാൽ അപ്പുറത്തേക്ക് പറഞ്ഞെടുത്തില്ലേ വയറ് വീർത്തൽ പൊട്ടും, വയറങ്ങനെ വീർക്കും. എന്നിട്ട് ഒരാൾ പറഞ്ഞാലേ ശ്വാസം കിട്ടുള്ളൂ. എന്നിട്ട് പറയുമ്പോഴോ കൊച്ചിനെ ഛർദ്ദിച്ചു നീകാരം പോലെ. ഒരു വെള്ള ഛർദ്ദിച്ച സമയത്തിന് വെള്ള നിറത്തിൽ എന്തോ പുറത്തേക്ക് വറ്റിന്റെ കൂടെ ചാടിയതാണ്. അത് ആ കണ്ടതാണ്. കണ്ട പുതിയാപ്പിളിനോട് പറഞ്ഞ പുതിയാപ്പിള എന്നിട്ട് അപ്പുറത്ത് എന്ന് പറഞ്ഞു ഇത്രയോ മയമതൊക്കെ ഛർദ്ദിച്ചപ്പോ അതിന് കൊച്ചി ഉണ്ടായിരുന്നു ഇത്രയോ. ഇങ്ങനെ രഹസ്യം മറ്റുള്ളവരിലേക്ക് പകർത്തുകൾ നോക്കുന്നത് എത്ര ഗൗരവമെന്നറിയോ. ഒരുപാട് സംഭവങ്ങളും ഹദീസുകളും ആയാത്തുകളും ഇതിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഏറെ സങ്കടപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. തന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹ, പിന്നീട് റസൂലുള്ളാഹി കല്യാണം കഴിച്ച മഹദി ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ ബിബി റളിയല്ലാഹു അൻഹയുടെ പുതിയാപ്ല ഖുനൈസ് ഇബ്നു ഹദാഫ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. ആദ്യം ഹഫ്സ ബിബിയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരു പാവം സഹോദരിയായിരുന്നു ഹഫ്സ ബിബി. ഹഫ്സ ബിബിയെ കുറിച്ച് അള്ളാഹു തന്നെ ആകാശത്ത് നിന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ ഹഫ്സ ബിബി അള്ളാഹുവിന്റെ റസൂല് ഒരു തലാഖിന്റെ വിഷയം വന്നപ്പോ ഹഫ്സ ബീവി കരഞ്ഞുകൊണ്ട് പലയിടത്തേക്ക് ചെല്ലുന്നുണ്ട്. ആരുടെ ഉമർ റളിയല്ലാഹു അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ എന്തിനാ ഹഫ്സാജി കരയണതെന്ന് ചോദിച്ചു. പറഞ്ഞു എന്നെ റസൂലുള്ള ഒഴിവാക്കുകയാണ് ഇത്രേ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അത് വലിയ സങ്കടമായി. അന്നേരം ആകാശത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയിട്ട് പറഞ്ഞു, നബിയേ ലാ തുതല്ലിഖി ഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ, നിങ്ങൾ ഉറങ്ങിയാലും ഇരുന്ന് നിസ്കരിക്കുന്ന ഒരു പെണ്ണാണ് ഹഫ്സ. നബിയെ എല്ലാ ദിവസവും സുന്നത്ത് നോമ്പ് വിൽക്കുന്ന പെണ്ണാണ് ഹഫ്സ. ഒരിക്കലും നിങ്ങളോട് തലാഖ് ചെല്ലരുത് എന്ന് എന്നോട് ജിബ്രീൽ പറഞ്ഞു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ ഹഫ്സ ബീവി റളിയല്ലാഹു ആദ്യത്തെ ഭർത്താവ് ഖുനൈസ് ഇബ്നു ഹദാഫത്ത് സഹമി റളിയല്ലാഹു അൻഹു ഖുറൈശിയാണ്. അവര് ബദറിൽ പങ്കെടുത്ത ഒരു മനുഷ്യനാണ്. ബദറിലും ഉഹദിലും പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് അന്ന് യുദ്ധം കഴിഞ്ഞ് പോരുന്ന നേരത്ത് ഒരു ആയുധം കാലിൽ കൊണ്ട് അത് പിന്നീട് അങ്ങനെ മുറിവായി. അങ്ങനെയാണ് ആര് മരണപ്പെടുന്നത്. ആ മുറിവ് വെച്ച് അതിലും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഖുനൈസ് റളിയല്ലാഹുവിന്റെ മരുമോൻ ഹഫ്സ ബീവിയുടെ ആദ്യ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ പിന്നെ കുറെ കാലം ഹഫ്സ ബീവിക്ക് ഭർത്താവില്ലാതെ ഇരിക്കുകയാണ്. ഇത് പറയണത് ഉമർ റളിയല്ലാഹുവിന്റെ മകനാണ്.
അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, ലമ്മ തഅയ്യമത് ഉഖ്തി ഹഫ്സ, എൻ്റെ പെങ്ങള് ഹഫ്സാക്ക് ഭർത്താവില്ലാത്ത കുറെ നാളുണ്ടായിരുന്നു. അങ്ങനെ വകാന സൗജുഹാ ഖുനൈസ് ബിൻ ഹുദാഫ മിൻ അസ്ഹാബി റസൂലില്ലാഹ് വഖദ് ശഹിദ ബദ്റൻ ഫിൽ ആം, അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ബദറിൽ ഉണ്ടായ മുറിവ് അതല്ല ഉഹദിൽ വെച്ച് സംഭവിച്ചതാണെന്നും പറയപ്പെടുന്ന ആ മുറിവ് മൂലം അവർ മരണപ്പെട്ട് അങ്ങനെ ഭർത്താവില്ലാത്ത ഈ വിഷമത്തില് ഉപ്പാക്കത് ഉമർ തങ്ങൾക്കത് വല്ലാത്ത സങ്കടമായി. കാണുമ്പോഴൊക്കെ ഉമർ ആരാളുമ്പോൾ നമുക്കറിയാം, ആരറിഞ്ഞാലും പേര് കേട്ടാൽ നമ്മളൊക്കെ പേടി തോന്നുന്ന, നമുക്കൊക്കെ ഒരു വല്ലാത്ത ഗാംഭീര്യം തോന്നുന്ന ഉമർ തങ്ങൾക്കത് വലിയ വിഷമായി. മോളെ കാണുമ്പോ, ഭർത്താവില്ലാത്ത വിധവയായ തന്റെ മോളെ കാണുമ്പോൾ ഉമർ തങ്ങളെ ഹൃദയം അങ്ങനെ നൊമ്പരപ്പെടും. അങ്ങനെ കുറച്ച് അത്യാവശ്യം പണക്കുള്ള ഒരാളാണല്ലോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ തൻ്റെ ആത്മസുഹൃത്തായ ഉസ്മാൻ എന്നവരോട് പോയിട്ട് പറഞ്ഞു, ഉസ്മാനെ, എടാ എൻ്റെ ഹഫ്സ ഭർത്താവില്ലാതെ കഴിയല്ലേ, നിങ്ങളാണെങ്കിൽ റുഖിയ ബീവി ഭാര്യ മരണപ്പെട്ടിരിക്കുകയാണ്. അന്ന് ആര്? ഉസ്മാൻ റസൂലുള്ളാഹിന്റെ ഒരു മകളെ കല്യാണം കഴിച്ച മകനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. റുഖിയ ബീവി റളിയല്ലാഹു അൻഹ ബദറിന്റെ യുദ്ധത്തിലൊന്നും ഉസ്മാൻ തങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അന്ന് റുഖിയ ബീവിക്ക് അസുഖമായിരുന്നു. അല്ലാഹു റസൂൽ യുദ്ധത്തിന് പോരുമ്പോൾ തിരിച്ചയച്ചു ഉസ്മാൻ തങ്ങളെ. ഉസ്മാനെ, നിങ്ങളെ റുഖിയാനെ പോയിട്ട് പരിചരിക്കും എന്ന് പറഞ്ഞ് ഭാര്യയെ നോക്കാൻ പറഞ്ഞയച്ചു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ബദറിൽ പങ്കെടുത്ത ആളുകളുടെ പ്രതിഫലം അല്ലാഹു റസൂൽ ഓഫർ ചെയ്തു. ഉസ്മാൻ തങ്ങൾ സത്യത്തിലൂടെ പങ്കെടുത്തിട്ടില്ല, ബദറിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷെ ബദറിൽ പങ്കെടുത്ത ആളുകളെ കൂട്ടത്തിൽ ആരെ എണ്ണുന്നുണ്ട്? നമ്മളിപ്പോഴും ഉസ്മാൻ തങ്ങളെ എണ്ണുന്നുണ്ട്. അതാ കാരണം റസൂലിനെ തിരിച്ചയച്ചിട്ടാണ് ഭാര്യ. ചുരുക്കത്തില് ഉസ്മാൻ തങ്ങളെ ഭാര്യ റുഖിയ ബീവി വഫാത്തായിരിക്കുന്ന നേരത്താണ് പിന്നെ വേറെ റസൂലുള്ളാഹിന്റെ രണ്ടാമത്തെ മോളെ കെട്ടിയിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ഉമർ തങ്ങളെ പറഞ്ഞു, ഉസ്മാനെ, നിങ്ങൾ എൻ്റെ കുട്ടിനെ കല്യാണം കഴിക്കാൻ സന്തോഷമായിരുന്നു എന്നിങ്ങനെ ഒരു കൂട്ടുകാർ തമ്മിൽ പറയുന്ന രൂപത്തിൽ പറഞ്ഞപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, തങ്ങളെ സാൻദുറു ഫീ അംരി, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് പതുക്കെ ഒഴിഞ്ഞു മാറി. ഇത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വിഷമായി സത്യത്തിൽ. അങ്ങനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് സിദ്ദീഖ് എന്നവരും ഉമർ തങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. ഇത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊന്ന് പറയണമെന്നുണ്ട്, എൻ്റെ കുട്ടിനെ നിങ്ങൾ കല്യാണം കഴിക്കുമെന്നൊന്ന് ചോദിക്കണമെന്ന് ഉണ്ട്. അങ്ങനെ ചെന്ന് സൂചനാ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു തങ്ങളോട് പറഞ്ഞപ്പോ വലം യറുദ്ദ അലാ ഉമർ ബി അയ്യിദ, ഒരു മറുപടിയും ആരും പറഞ്ഞില്ല, ഉണ്ടാതെ പോയി സിദ്ദീഖ് റളിയല്ലാഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എങ്ങനെയെങ്കിലും പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നെങ്കിലും ആര് പറഞ്ഞു? ഉസ്മാൻ തങ്ങൾ പറഞ്ഞു. പക്ഷെ ഇവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലം യറുദ്ദ അലാ ഉമർ ബി അയ്യി ജവാബിൻ, ഒരു മറുപടി പറഞ്ഞില്ല. വലാ ഫീ വഖത്തിൽ അറദ് വലാ ബഅദഹു, അപ്പോഴും പറഞ്ഞില്ല, പിന്നീട് കാണുമ്പോഴെങ്കിലും ഒന്നും ഉണ്ടില്ല. ഫകാന ഉമർ റളിയല്ലാഹു അൻഹു അലാ അബീ ബക്കർ ഔജദ അശദ്ദ അക്സറ ഗളബൻ വഅലമാ. ഇതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാനസികമായിട്ടൊരു പ്രയാസം തോന്നി. ഒന്നും പറഞ്ഞില്ല. എൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ സിദ്ദീഖ് എന്നവരൊന്നും ഉണ്ടില്ല. ഉസ്മാൻ എന്നവർ ആലോചിക്കട്ടെ എന്നെങ്കിലും പറഞ്ഞു, എൻ്റെ കുട്ടിയുടെ സങ്കടം പറഞ്ഞിട്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു വിഷമമുണ്ടായി. ചുരുക്കി പറഞ്ഞാല് അവസാനം അള്ളാഹുവിന്റെ റസൂല് ആരെ കല്യാണം കഴിക്കുന്നുണ്ട്? ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ. വലിയൊരു സംഭവമാണ്, ഞാൻ ചുരുക്കി പറയും. കല്യാണം കഴിച്ചു. പിറ്റേ ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ആരെ കാണാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാണ്. ഫഖാല അബൂബക്കർ, അന്നേരം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ, അഫ്വൻ, സോറിട്ടില്ലേ, فإنه لم يمنعني أن أجيبك بشيء فيما عرضت علي إلا أني قد علمت أنه صلى الله عليه وسلم قد ذكرها لنفسه. ഞാനൊന്നും ഉണ്ടാതിരുന്നത് അള്ളാഹുവിൻ്റെ റസൂല് ഹഫ്സയെ വിവാഹം കഴിക്കുന്നത് റളിയല്ലാഹു അൻഹ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. ആ രഹസ്യം എനിക്ക് എന്താകായിരുന്നു? അറിയായിരുന്നു. ഫലം അക്കുൻ ലിഉഫ്ശിയ സിർറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ മുത്ത് നബി രഹസ്യമായി പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെ നിങ്ങളോട് എന്താകാം? ആ രഹസ്യം ലം അക്കുൻ ലിഉഫ്ശിയ സിർറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മുത്ത് നബി എന്നോട് പറഞ്ഞ സിർറ് എങ്ങനെ ഉമറേ ഞാൻ നിങ്ങളോട് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുണ്ടാതെ എന്നോട് ദേഷ്യമായില്ലേ എന്ന്
ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരാളുടെ സിർറ്, രഹസ്യം നമ്മൾ മറ്റൊരാളോട് പറയാൻ പാടില്ല. ഒരിക്കലും നമ്മൾ വേറൊരാളുടെ രഹസ്യം നമ്മളോട് പറഞ്ഞതാവട്ടെ, നമ്മൾ അറിഞ്ഞതാവട്ടെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മൻ സതറ ഔറത അഖിൽ മുസ്ലിം, തന്റെ കൂട്ടുകാരന്റെ രഹസ്യത്തെ ഒരാൾ മറച്ചു വെച്ചാൽ സതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ, അവന്റെ രഹസ്യങ്ങളെ അല്ലാഹു ഖിയാമത്ത് നാളിലും മറ്റൊരാളിലും ദുനിയാവിലും. ഞാൻ ഒരാളെ സിർറ് എനിക്കറിയും, എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതല്ലേ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതങ്ങനെ തന്നെ സൂക്ഷിക്കാരോടും പറയാതെ ജീവിച്ചാൽ ഞാൻ ഒരാളും അറിയരുത് എന്ന് സൂക്ഷിച്ച് ജീവിക്കുന്ന കാര്യം അല്ലാഹു ആരെയും അറിയിക്കാതെ മറച്ചു വെക്കും. അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. നല്ല സ്വഭാവത്തോടുകൂടെ ജീവിച്ച് ഏറ്റവും വലിയ സൽസ്വഭാവിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ അവന്റെ സുരലോക സ്വർഗത്തിൽ നമ്മെയും കുടുംബത്തെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.